പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ 28-ാം തിരുലിഖിതമാണ്. വചനം പഠിപ്പിക്കുകയാണ്, അവൻ വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ. ഹല്ലേലൂയ. അവൻ വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 670-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗാരോഹണത്തോടെ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥമായ ഒരു രീതിയിൽ അത് ഈ യുഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ അതിനെക്കുറിച്ച് ഒരു വാക്കിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെവിടെയാ സഭ ഏറ്റു പറയണത്? നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ അതിപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വിശുദ്ധ ബൈബിളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലും വളരെ ആഴത്തിൽ സഭ അത് പ്രഖ്യാപിക്കുന്നുണ്ട്, ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുകയാണ്. He will come again in glory to judge the living and the dead, and his kingdom will have no end. നൈസേൻ ക്രീഡില് നിക്കിയ സൂനകദോസിന്റെ വിശ്വാസ പ്രമാണത്തില് നിക്കിയ സൂനകദോസ് സംശയരഹിതമായി പഠിപ്പിച്ചിരിക്കുകയാണ്: He will come again to judge the living and the dead, and his kingdom will have no end. അന്ത്യമില്ലാത്ത രാജ്യത്ത് നിത്യരാജാവായി വസിക്കുന്ന കർത്താവ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ തന്റെ മഹത്വത്തിൽ എഴുന്നള്ളി വരും. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു. അതുതന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. കർത്താവായ യേശു തൻ്റെ ശക്തന്മാരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകും. സക്കറിയ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ എഴുന്നള്ളി വരും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോട് കൂടെ എഴുന്നള്ളി വരും. യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രഖ്യാപനങ്ങളുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം വളരെ സ്പഷ്ടമായി സ്വർഗം പ്രഖ്യാപിക്കുന്നതിന് ഭാഗം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിൽ 9 മുതൽ 11 വരെ തിരുലിഖിതങ്ങൾ. അതിന്റെ പശ്ചാത്തലം ഇതാണ്: ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം
ഈ ഭൂമിയിലുള്ള തന്റെ ദൗത്യമെല്ലാം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യാൻ വേണ്ടി ശ്ലീഹന്മാരെ ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒലിവ് മലയിൽ നിന്ന് ഈശോ സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്തേക്ക് എടുക്കപ്പെട്ടു, ആരോഹണം ചെയ്യപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ മൂടിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ ശ്ലീഹന്മാര് യേശു പോയ വഴിയെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മേഘം വന്ന് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് യേശുവിനെ മറച്ചു. ശ്ലീഹന്മാരുടെ അടുത്ത് നിന്ന് യേശു വേർപെട്ടു പോയി. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ശ്ലീഹന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളവസ്ത്രധാരികളായ 2 പേര് ഇറങ്ങി വന്നു, 2 ദൂതന്മാർ ഇറങ്ങി വന്ന് അവര് ശ്ലീഹന്മാരോട് പറയുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 11-ാം വാക്യം. അല്ലയോ ഗലീലിയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും, എത്രമാത്രം ബുദ്ധിയുള്ളവനാകട്ടെ ബുദ്ധിയില്ലാത്തവനാകട്ടെ, എത്രമാത്രം കഴിവുള്ളവനാകട്ടെ കഴിവില്ലാത്തവനാകട്ടെ, ഞാൻ നിങ്ങൾ ഏത് അവസ്ഥയിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും, ഏത് രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഈ ഒരു മാറ്റമില്ലാത്ത സത്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. മരിച്ചാലും ജീവിച്ചാലും ഈ ഒരു മണിക്കൂറിൽ ഞാൻ നിങ്ങൾ ഉണ്ടായിരിക്കും. മരിച്ച് മണ്ണടഞ്ഞ വ്യക്തി ആയിക്കോട്ടെ, അന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, യേശുവിന്റെ 2ാം വരവ് വരുമ്പോൾ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ ഒരു സംഭവത്തിന് സാക്ഷികളായി മർത്യരെല്ലാവരും കൂടി, മരിച്ചവരും ജീവിച്ച എല്ലാവരും കൂടി വാനമേഘങ്ങളിൽ വലിയ മഹത്വത്തോടും എല്ലാ പരിശുദ്ധന്മാരോടും വന്റെ ശക്തരായ ദൂതന്മാരുടെ അകമ്പടിയോടെ അഗ്നിജ്വാലകളുടെ മധ്യേ വരുന്ന ഈ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് അനവധി തവണ വിശുദ്ധ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ സഭ ഡെയിലി അനവധി തവണ വിശ്വാസ പ്രമാണത്തിൽ ഈ വചന സത്യം ഉറക്കെ പറയുന്നു, പ്രഖ്യാപിക്കുന്നു. ദൈവവചന സത്യങ്ങൾ, അനവധി ദൈവവചന സത്യങ്ങൾ ഉൾച്ചേർത്ത് വച്ചിരിക്കുന്ന മഹാശക്തിയുള്ള മന്ത്രമാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ടാണ് അത് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ തന്നെ സാത്താന്റെ നെറുകന്തല പിളർന്ന് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസ സത്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ യേശു വീണ്ടും വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രതിപാദ്യം കാണാൻ സാധിക്കും. 13-ാം അധ്യായം 26-ാം തിരുലിഖിതത്തിൽ യേശു തന്നെയാണ് ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ ദേവദൂതന്മാർ പഠിപ്പിച്ചു, പ്രവാചകന്മാർ പഠിപ്പിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജ്ഞാനികൾ പഠിപ്പിച്ചു. ഇന്ന് യേശു തന്നെ നേരിട്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അവർ കാണും. നമുക്കെല്ലാവർക്കും, അത് യുക്തിവാദിയാകട്ടെ, നിരീശ്വര ചിന്തകനാകട്ടെ, അത് സെക്കുലറിസത്തിന്റെ ആളാകട്ടെ, ദൈവത്തെ അംഗീകരിക്കുന്നവൻ അംഗീകരിക്കാത്തവനാകട്ടെ, അമേരിക്കക്കാരനോ അട്ടപ്പാടിക്കാരനോ ഇന്ത്യക്കാരനോ ഓസ്ട്രേലിയക്കാരനോ ആരും ആകട്ടെ, എല്ലാവർക്കും ശരിക്കും മനസ്സിലാകുന്നതും കാണാവുന്ന വിധത്തിൽ യേശു കൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. അന്ന് അവിടെ ആ ബെത്ലഹേമിൽ ആ പുൽത്തൊഴുത്തിൽ പിറന്നപ്പം കണ്ടവർക്കാർക്ക് മനസ്സിലായില്ല ഇതാരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മനസ്സിലാക്കാൻ ഒരുപാട് പേർക്ക് അന്ന് കഴിഞ്ഞില്ല. കാരണം യേശു ഒരു ദാസനെ പോലെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയാത്തവനായി വന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ 2ാം വരവ് അങ്ങനെ ആയിരിക്കുകയില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, എല്ലാവർക്കും കാണാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധം വലിയ അഗ്നിജ്വാലകളുടെ മധ്യേ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കാണാവുന്ന വിധം
അവൻ വരും. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പീഡനങ്ങൾക്ക് ശേഷം ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കും, ആകാശശക്തി ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ തന്റെ ദൂതന്മാരയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ പ്രിയന്മാരെ, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുവീൻ. അന്ന് മഹത്വത്തോടെ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഭൂമിയുടെ എല്ലാ അതിർത്തികളിൽ നിന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന പോലെ അല്ല അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇന്നിവിടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഖ്യത്തിന്റെയും വലിയ എമ്പലാണ് ഇവിടെ കേൾക്കുന്നത്. അത് എസെക്കിയേൽ പ്രവചനത്തിൽ 43-ാം അധ്യായം 2-ാം വാക്യം അന്വർത്ഥമാവുകയാണ്. ഇതാ കർത്താവിന്റെ ആഗമനത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ. അവിടുത്തെ തേജസ് കൊണ്ട് ഭൂമി ഇതാ പ്രകാശിക്കുന്നു, അവിടുത്തെ തേജസ് കൊണ്ട് മനുഷ്യന്മാരിതാ പ്രകാശിക്കുന്നു, അവിടുത്തെ ശക്തി കൊണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, അത്ഭുതങ്ങൾ, വിടുതലുകൾ, പാപക്ഷമ, മാനസാന്തരങ്ങൾ, കാരുണ്യത്തിന്റെ അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് നമ്മളെ. ഇന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അന്ന് ഒരുമിച്ച് കൂടുമ്പോൾ സൗഖ്യമായിരിക്കില്ല സംഭവിക്കുക. അന്ന് ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് വലിയൊരു വിധി, അന്ത്യവിധി നടക്കുന്ന സമയമാണത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഹെബ്രായ 9:28 പറഞ്ഞത്, നമ്മുടെ കർത്താവ് അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, പാപമോചനം തരാൻ വേണ്ടിയല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. അന്ന് നീതിമാന്മാർ നിത്യരക്ഷയിലേക്കും തിന്മ പ്രവർത്തിച്ചിരുന്നവർ നിത്യനിന്ദയിലേക്കും നിത്യലജ്ജയിലേക്കും വേർതിരിക്കപ്പെടുന്ന ആ വലിയ അലമുറയുടെ കരച്ചിലിന്റെയും ആഹ്ലാദത്തിന്റെയും എല്ലാം ഇടകലർന്ന ആ ഒരു രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. നീതിമാന്മാരെല്ലാം ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കും. കളയും വിളയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് പോലെ ഒരു വലിയ വ്യൂഹം ആളുകള്, ഒരു വലിയ പറ്റം ആളുകള് വേർതിരിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ രാജ്യത്തിൽ വിരുന്നിനിരിക്കും. എന്നാൽ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരും ആകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണം. ഭയത്തോടും വിറയലോടും കൂടെ ഒരുപാട് വിശുദ്ധിയിൽ ശ്രദ്ധ വെച്ച് നമ്മൾ ജീവിക്കണം. കാരണം രാജ്യത്തിന്റെ മക്കളെന്ന് എനിക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് ചിന്തിച്ച് ഇന്ന് പോകുന്നവരായിരിക്കും ഒരുപക്ഷെ ആദ്യം പോയി വലിയ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വചനം പഠിപ്പിക്കുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ വിരുന്നിനിരിക്കും. അപ്പോൾ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7ഉം 8ഉം തിരുലിഖിതങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രബോധനം ലഭിക്കുന്നുണ്ട്. സഹോദരരെ, നമ്മുടെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. നിങ്ങൾ വിശുദ്ധ ജീവിതം ആരംഭിച്ചു, പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു, ഒരുപാട് നന്മ പ്രവൃത്തി ചെയ്തു, 10, 50, 60 വയസ്സ് വരെ ജീവിച്ച് നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകരുത്. ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എൻ്റെ കൂടെ ഉള്ളവരും ഒന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ, എൻ്റെ കൂടെയുള്ള എല്ലാവരും കള്ളു പിടിച്ച് തോന്നിയാസം നടക്കുകയാണല്ലോ, എൻ്റെ കൂടെയുള്ളവരെല്ലാം ദുർവൃത്തിയിലേക്ക് പോവുകയാണല്ലോ, അവരെല്ലാം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ എന്തിനാ ജീവിക്കണത്, ഞാൻ എന്തിനാ ദിവസം പള്ളി പോണത്? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രത്യാശയ്ക്കെതിരെ ചിന്തിച്ച് നിങ്ങളെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന നിത്യസത്യങ്ങളുടെ മാർഗത്തിന് എതിരെ ചിന്തിച്ച് പിന്മാറ്റത്തിലേക്ക് പോകരുതേ. കാരണം ഇതിനെല്ലാം വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, സഹോദരരെ, കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ ഇരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു.
നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവ് എവിടം വരെ എത്തിയിട്ടുണ്ട്? ആ ഒരു വിചാരത്തോടെയാണോ ജീവിക്കുന്നത്? അങ്ങനെ വിചാരത്തോടെ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് എനിക്കറിയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സോജി ഓലിക്കലച്ചൻ ഒരു ദിവസം ഇംഗ്ലണ്ടിലേക്ക് പോയി. എല്ലാ വിദ്യാർത്ഥികളും കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. സോജി ഓലിക്കലച്ചൻ ഇംഗ്ലണ്ടിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം നടത്തുകയാണ്. അപ്പൊ ലണ്ടനിൽ നിന്ന് 2-3 കുട്ടികൾ ആ ധ്യാനത്തിൽ പങ്കുചേർന്നു. അവിടെ ആ കുട്ടികളോട് അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല 2 വിശ്വാസ അനുഭവം പങ്കുവെക്കാൻ സോജിയച്ച ആവശ്യപ്പെട്ടു. അപ്പൊ ലണ്ടനിൽ നിന്ന് വന്നൊരു കുട്ടി വന്ന് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഭവം ഉണ്ടായ ഒരു കാര്യം പങ്കുവെച്ചു. അവൻ പങ്കുവെച്ചത് ഇങ്ങനെയാണ്. അവൻ ലണ്ടനിൽ നല്ലൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ലണ്ടനിലെ അവൻ്റെ സ്കൂളിലെ കുട്ടികളുടെ പ്രത്യേകത, ക്ലാസ്സിൽ ആർക്കും ദൈവഭയമില്ല, ആർക്കും ദൈവവിചാരമില്ല. അത്തയിസ്റ്റുകളാണ് മൊത്തം. 100-ൽ 99 അത്തയിസ്റ്റുകൾ. അത്തയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ ഇവന്റെ ക്ലാസ്സിൽ ഒരു നിർദ്ദേശം വെച്ചു, നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും 5 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം തരാം. അപ്പോൾ ഓരോരുത്തരോടും വിഷയം പറയാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ വിഷയം പറഞ്ഞു. ഒരാൾ പറഞ്ഞാൽ സ്പോർട്സിനെ കുറിച്ച് പ്രസംഗിക്കും, വേറൊരു കുട്ടി പറഞ്ഞു ക്രിക്കറ്റിനെ കുറിച്ച് പ്രസംഗിക്കും, വേറൊരു കുട്ടി പറഞ്ഞു ഞാൻ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പ്രസംഗിക്കും. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കും. ഉടനെ എന്ത് ചെയ്യുന്നറിയാം, എല്ലാ കുട്ടികളും ഒറ്റ ചിരി. മണ്ടശിരോമണി എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും ഹ ഹ ഹ എന്ന് പറഞ്ഞ ഒറ്റ ചിരി. ഇവൻ അങ്ങോട്ട് നാണം കെട്ടുപോയി. ഇവൻ പറയാണ് ഇവന്റെ ക്ലാസ്സിൽ യേശു ക്രിസ്തുവിനെ അറിയുന്നവരാരുമില്ല. ക്രിസ്ത്യാനികളുടെ നാട്, യേശു ക്രിസ്തുവിനെ അറിയുന്ന കുട്ടികളില്ല, ഒക്കെ അത്തയിസ്റ്റുകൾ. മാതാവ് എന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞാൽ, സ്വർഗം എന്ന് പറഞ്ഞാൽ, നരകം എന്ന് പറഞ്ഞാൽ വെറും തമാശ. ആ ലോത്തിന്റെ കാലത്തെ അതേ അനുഭവം. ലോത്തിന്റെ കാലത്ത് വെള്ളം വന്ന് എല്ലാത്തിനും നശിപ്പിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ്, അഗ്നി ഇറങ്ങി ആ സോദോം ഗൊമോറ നഗരങ്ങൾ ചാമ്പലാകുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവം എന്തായിരുന്നു? ദൈവികമായ ദൂതുകൾ ലോത്ത് ചെന്ന് ആ ലോത്തിനെ കണ്ട മക്കളെ കല്യാണം കഴിക്കുന്നവർ പറഞ്ഞപ്പോൾ അവർക്ക് എന്താ തോന്നിയത്? തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അപ്പൊ സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ, ദൈവത്തെ കുറിച്ച് കേൾക്കുമ്പോ, നിത്യതയെ കുറിച്ച് കേൾക്കുമ്പോ, ദൈവത്തിന്റെ അരുളപ്പാടിനെ കുറിച്ച് കേൾക്കുമ്പോ വെറും തമാശ തോന്നുക, അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ആ കുട്ടികളുടെ. അപ്പൊ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കും എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാം കൂടി ഒരൊറ്റ ചിരി. എന്നിട്ട് പറഞ്ഞു ഫൂൾ, നിനക്ക് ഇതല്ലാതെ വേറെ വിഷയമില്ലേ, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, വേറെ വിഷയം തരാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോരുത്തർ വന്നവനോട് പറഞ്ഞു. ഇവൻ ആദ്യം ഒന്ന് പകച്ചെങ്കിലും ഇവൻ പറഞ്ഞു നോ 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 ഐ ആം എ കാത്തലിക്. അവൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാനൊരു കാത്തലിക്കാണ്, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നു പറഞ്ഞു. എന്തായാലും വീട്ടിൽ ചെന്ന് അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ എല്ലാവരും വലിയ കഴിവുള്ളവരും വലിയ വലിയ കേമന്മാരാണ്, ഇവൻ മലയാളിയാണ്, അതുകൊണ്ടാണ് അവനെ ചാടി പറഞ്ഞ ജീസസ്. അവന് മലയാളത്തിലെ ചോര എവിടെ ചെന്നാൽ യേശുവിനോട് നല്ല താല്പര്യമുള്ള ചോരയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ മലയാളി ആയതുകൊണ്ടാണ് അവൻ ബാക്കി ഇംഗ്ലീഷുകാരുടെ സ്വഭാവം അറിയാമെന്ന് എന്താണെന്നറിയില്ല. അവൻ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നു പറഞ്ഞു. അവൻ പറഞ്ഞു ദൈവമേ ഞാൻ മലയാളി, ബാക്കിയുള്ളതൊക്കെ നല്ല നല്ല ടോപ്പ് പ്രൊണൗൺസിയേഷനൊക്കെ ഉള്ളവരാണ്. അപ്പം അതുകൊണ്ട് അവൻ ഈശോടൊക്കെ പ്രാർത്ഥിച്ച്, മാതാവിനോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, എന്നിട്ട് പ്രസംഗം 5 മിനിറ്റാണ്. അവൻ കയറി നിന്ന് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജീസസ് ക്രൈസ്റ്റ് കുരിശി മരിച്ചതിനെ കുറിച്ചും അതിനുശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചതിനെ കുറിച്ചും അവൻ അറിയാവുന്നതുപോലെ ഈ കാര്യങ്ങൾ അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിച്ച്. അവൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ക്ലാസ്സിൽ ഒരു 5 കുട്ടികൾ സഭയിലേക്ക് മടങ്ങി വന്നു. അവൻ പറഞ്ഞു, ഇവൻ്റെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചില കുട്ടികൾ വന്ന് പറഞ്ഞു, ഐ ആം റിയലി സോറി, ഞാൻ ഇന്ന് വരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഞാൻ ഇന്ന് വരെ പള്ളിയിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിൻ്റെ കൂടെ പള്ളി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കുട്ടി വന്ന് പറയുക. വേറെ കുട്ടി പറഞ്ഞ് ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, നിൻ്റെ വല്ല പുസ്തകമുണ്ടോ പറഞ്ഞ് ഞാൻ ബൈബിൾ കൊണ്ട് തരാമെന്ന് പിറ്റേ ദിവസം അവനൊരു ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ട് കൊടുത്ത്. നോക്കിയേ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഇവൻ്റെ ആ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പ്രവർത്തിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ, നിങ്ങൾ കയറുന്ന ബസ്സിൽ,
നിങ്ങൾ ചെല്ലുന്ന മാർക്കറ്റിൽ, നിങ്ങൾ നടക്കുന്ന റോട്ടിൽ ഒരുപക്ഷെ നീ ഒഴിച്ച് ബാക്കി എല്ലാം ദൈവത്തെ അറിയാത്തവരോ ദൈവത്തെ ഗൗരവമായി കണക്കാക്കാത്തവരോ ആയിരിക്കാം. ദൈവീക കാര്യങ്ങൾ പുച്ഛത്തോടെ കാണുന്നവരായിരിക്കാം. ഈ കുട്ടി പറയുന്നത് ഇവൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബൈബിളോ ഈശോയുടെ ചിത്രം കണ്ട് കീറിക്കളയും. അങ്ങനത്തെ സ്വഭാവം, ഫൂളിഷ്നെസ് എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ. പക്ഷെ അതിൻ്റെ നടുവിൽ ഇവൻ പിടിച്ചു നിന്നു. അതാണ് യാക്കോബ് ശ്ലീഹാ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7 മുതൽ 9 വാക്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അവസാനം വരെ മുറുകെ പിടിച്ചു നിൽക്കണം. ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ കാത്തു നിൽക്കുന്ന നല്ല കൃഷിക്കാരനെ പോലെ ആയിരിക്കണം. നല്ല കൃഷിക്കാരനെ പോലെ ദീർഘക്ഷമ വേണം. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും വിശ്വാസി മങ്ങിപ്പോകുമ്പം ഞാനും എന്ന് ശരി, എല്ലാവരും അങ്ങനെയാണ്, ഞാനും എല്ലാവരും സിനിമയ്ക്ക് പോകാം, ഞാനും പോയേക്കാം, എല്ലാവരും കള്ളു കുടിക്കാൻ പോകും, ഞാനും പോയേക്കാം, എല്ലാവരും ഇന്ന് എങ്ങനെ പോകണം, ഞാനും പിന്നെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണത്, ആരും പള്ളി പോകണില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പള്ളി പോണേ. ചിന്തിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിന് അതിനാഥനെ ഇതാ വാതിൽക്കൽ വരുത്തിയിരിക്കുന്ന ന്യായാധിപനെ ഓർത്ത് നിങ്ങളിൽ വിതയ്ക്കപ്പെട്ട ആ വിശ്വാസി മുറുകെ പിടിച്ച് ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന നല്ല കൃഷിക്കാരനെ പോലെ യേശുവിന്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് വചനത്തിലുള്ള പരിശുദ്ധാത്മാവ് ഓരോ മകനെയും ഓരോ മകളെയും വിളിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. നോക്ക്, ശ്ലീഹാ പോലും പറയണത് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ച്. അതിൻ്റെ അർത്ഥം എന്താ? ഈ വിശ്വാസം കെടുത്തിക്കളയുന്ന ഒരുപാട് സംഗതികൾ വന്ന്, ഈ വിശ്വാസം കട്ടോണ്ട് പോകാൻ, ഈ വിശ്വാസം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ, കവർന്നു കൊണ്ടുപോകാൻ പലരും വന്ന്, പല സാഹചര്യം വന്ന്, പ്രതികൂലം വന്ന്, രോഗം വന്ന്, ദുഃഖം വന്ന്, നിരാശ വന്ന്, പ്രാർത്ഥിച്ച ദൈവം കേൾക്കാത്തത് പോലെ തോന്നി, പലതും ഉണ്ടായി. പക്ഷേ പൗലോസ് ശ്ലീഹ വിശ്വാസം കാത്ത്, ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി പൗലോസ് ശ്ലീഹ പറയുന്നത് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് എന്നിട്ട് പറയാണ്, അതുകൊണ്ട് എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്കത് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് കിട്ടും. അതിന്റെ അർത്ഥം ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പൈതലും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു രീതിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ ആഗമനത്തെ സ്നേഹപൂർവം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു. ആഗതനീശോയെ ആരാധിക്കാൻ ആയിരം സ്തുതികളുമായി. ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു. ആഗതനീശോയെ ആരാധിക്കാൻ ആയിരം സ്തുതികളുമായി. ഹല്ലേലൂയ. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 26-ാം തിരുലിഖിതം, തന്നെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപികൾക്കാകട്ടെ സമ്പത്ത് ശേഖരിച്ച് കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ മണിക്കൂറിൽ ദൈവവചനം കേൾക്കാനിരുന്നപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം യത്നിക്കുകയായിരുന്നു. കരങ്ങൾ ഉയരട്ടെ. ഓ ദൈവമേ, അവിടുത്തെ തിരുശരീരത്തിൽ നിന്നും അത്ഭുത ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടപെടണമേ. കുടുംബങ്ങളിൽ നിന്ന് തലമുറ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവേ.
ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും അപകടങ്ങളുടെയും എല്ലാ ദുർപീഡകളും കുടുംബങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഓ ദൈവമേ, സന്ധ്യാപ്രാർത്ഥന പുലരാത്ത കുടുംബങ്ങളിലേക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസം മങ്ങിപ്പോയവരും പ്രാർത്ഥന നിലച്ചു പോയവരും ദേവാലയത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടവരുമായ ഓരോരുത്തരിൽ നിന്ന് സാത്താൻ കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു. ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമാ. Lord Jesus.